തവനൂർ പിടിക്കാൻ ജലീൽ മസ്റ്റോ എന്നതാണ് ഉയരുന്ന സംശയം. കാരണം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നതാണ് മത്സര രംഗത്ത് നിന്ന് കെ.ടി. ജലീൽ. പക്ഷേ ആ ജലീൽ വീണ്ടും തവനൂരിൽ തന്നെ മത്സരിക്കും എന്നതിന്റെ സാഹചര്യങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിൽ നടക്കുന്ന ഒരുക്കങ്ങൾ, റിപ്പോർട്ടുകൾ അത് അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18 കൊണ്ടുവരുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ റിപ്പോർട്ടാണ് ഇന്ന് CV അനുമോദ് നൽകിയത്. തവനൂരിൽ കെ.ടി. ജലീൽ തന്നെ മത്സരിക്കും എന്ന കാര്യം ഉറപ്പാകുന്നു. അത് കെ.ടി. ജലീൽ തന്നെ ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദം ഇപ്പോൾ ജലീലിന് മേലുണ്ട്. അത് തവനൂർ നിലനിർത്തുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിന് ജലീൽ തന്നെ വേണം എന്ന ഒരു കാര്യത്തിലേക്ക് പാർട്ടി എത്തുമ്പോൾ അത് ജലീൽ കൂടി അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ് കെ.ടി. ജലീൽ. തവനൂരിൽ 4ാമതും ജലീൽ തന്നെ എത്തുന്നു. ജലീലിന്റെ അതിന്റെ സൂചനകൾ നൽകുന്ന വാക്കുകൾ ഒന്ന് കേൾക്കാം. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിന്റെ ഈ ഇത്യാദി പ്രവർത്തനങ്ങൾ തുടരും, ശക്തമായിട്ട് ഭാവിയിലും തുടരും. അതെ, അത് നമ്മളുടെ തീരുമാനം നമ്മൾ പറഞ്ഞതല്ലേ. എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒന്നും അതിനൊന്നും പ്രസക്തിയില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെന്താ, അങ്ങനെ ഒരു പ്രസക്തിയില്ല. ഇത് മത്സര രംഗത്തേക്കില്ല എന്ന് പറയുന്ന ജലീലിന്റെ വാക്കുകളാണ്. ഒക്ടോബറിലാണ് താൻ മത്സരിക്കാനില്ല എന്ന കാര്യം കെ.ടി. ജലീൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ മത്സരിക്കുമെന്ന ഒരു നിലയിലേക്ക് തന്നെ കെ.ടി. ജലീൽ എത്തുകയാണ്. വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് കെ.ടി. ജലീൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നിലപാടുകളിലെ മറുപടി വ്യക്തമാകുന്ന തരത്തിലാണ്. അപ്പോൾ ആ മറുപടി കൂടി കാണാം. ശരി, ഏതായാലും ചില സൂചനകൾ ബാക്കി വെച്ചുകൊണ്ടാണ് കെ.ടി. ജലീൽ എന്തായാലും മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് മത്സരിക്കാനുള്ള സാധ്യതകൾ നിലനിർത്തുന്നതായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കടുംപിടുത്തം കെ.ടി. ജലീലിന്റെ വാക്കുകളിൽ എന്തായാലും ഇപ്പോൾ ഇല്ല എന്നത് വ്യക്തമാകണം. നമുക്കറിയാം, ഈ തവനൂർ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ UDF നിന്ന് കൂടി കുറച്ച് വോട്ടുകൾ കൊണ്ടുവന്നാൽ മാത്രമേ LDF ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ സ്വഭാവം പ്രത്യേകതയുള്ളതായതുകൊണ്ട് തന്നെ കെ.ടി. ജലീലിനെ പോലെ ആ രീതിയിൽ കൂടി വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മണ്ഡലം നിലനിർത്താൻ കഴിയുകയുള്ളൂ. വി അബ്ദുറഹ്മാൻ അവിടേക്ക് എത്തുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ തവനൂരിലെ പോരാട്ടത്തിന് വി അബ്ദുറഹ്മാന് താല്പര്യമില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ജയസാധ്യതയില്ല എന്ന് തന്നെയാണ് വി അബ്ദുറഹ്മാനെ പിന്നോട്ട് വലിക്കുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ആണ് കെ.ടി. ജലീലിന് മേൽ ഈ സമ്മർദ്ദം ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നോക്കിയാൽ പല വിഷയങ്ങളും ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് പോരാട്ടം നയിക്കുന്നുണ്ട് കെ.ടി. ജലീൽ. ലീഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാകട്ടെ, ഒപ്പം തന്നെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, PK ഫിറോസിന്റെ സഹോദരൻ പിടിയിലായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ അത് ഏറ്റെടുക്കുകയും അത് മുന്നിൽ നിന്ന് നയിക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ PK ഫിറോസുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലും ഫേസ്ബുക്ക് പോരാട്ടത്തിലാണ് കെ.ടി. ജലീൽ ഉള്ളത്. അത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു പോസ്റ്റാണ്. വീട് വാങ്ങിയതും വെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പോസ്റ്റ് കെ.ടി. ജലീൽ ഇടുന്നു. അതിന് PK ഫിറോസ് മറുപടി നൽകുന്നു. തമിഴിലെ ഡയലോഗൊക്കെ വെച്ചുകൊണ്ടാണ് രണ്ടുപേരും ഫേസ്ബുക്കിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ആ പോരാട്ടം ഇങ്ങനെ കടുപ്പിക്കുകയാണ്. എന്തായാലും മത്സര രംഗത്തേക്ക് ജലീൽ എത്തുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. പാർട്ടിയുടെ സമ്മർദ്ദം 4ാമതും ഇങ്ങനെ ഒരു അംഗത്തിന് കെ.ടി. ജലീലിനെ പ്രേരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു സീറ്റ് പോലും, ഒരു സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിൽ മത്സരം മുറുക്കാനുള്ള നീക്കമാണ് അണിയറയിൽ മുന്നണികളും പാർട്ടികളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് വിരമിക്കൽ പ്രഖ്യാപിച്ച കെ.ടി. ജലീലിന് പോലും തിരിച്ചെത്തിയ മണ്ഡലം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം.